നിർണായക ദിവസങ്ങളോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നിർണായക ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ കണ്ടത് സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് തന്നെ ഞാൻ പറയും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയമായി സഭയിൽ ഇത് അവതരിപ്പിക്കാമെന്നിരിക്കെ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം ആവശ്യപ്പെട്ട രീതി ഒന്ന്. രണ്ട്, അതിന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാരണം. ഈ രണ്ട് കാരണങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനിടയ്ക്ക് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസിന് വി ഡി സതീശനെതിരെ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ഇന്ന് വാദം കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ വി ഡി സതീശൻ എടുത്ത നിലപാട് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. 106 ദിവസമായി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന വി ഡി സതീശൻ്റെ പ്രസ്താവന തനിക്ക് അപമാനമുണ്ടാക്കി എന്ന് കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. 106 ദിവസമായി അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വി ഡി സതീശന്. ഇന്ന് കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നറിയാമോ? മലക്കം മറിഞ്ഞു വി ഡി സതീശൻ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. പകരം മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റു വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമവും ഈ ഒരു കോടീശ്വരനെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ മാത്രമാണ് പുറത്തു വന്ന് പറഞ്ഞത്. ആ പറഞ്ഞതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു മാധ്യമവും കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരന് കൊടുത്തു എന്നറിയാമെന്നൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അത് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നു വ്യക്തിപരമായ ആരോപണമല്ല, പക്ഷേ ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമാണ്. മന്ത്രിക്കറിയാം ഏത് കോടീശ്വരനാണ് കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ അതേ വി ഡി സതീശൻ 106 ദിവസം പറയുന്നു ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമല്ല. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എന്നിട്ടൊരു ഭാഗം കൂടി പറയുന്നു, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെങ്കിലും അംഗങ്ങളെ നിയോഗിക്കുന്നത് സർക്കാർ ആയതിനാൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സതീശൻ കോടതിയിൽ വ്യക്തമാക്കി. ഇതാണ് രണ്ടാമത്തെ എൻ്റെ പോയിന്റ്. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ രാജി അല്ല ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, വി എൻ വാസവൻ്റെ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വി എൻ വാസവൻ 2016 പിണറായി സർക്കാരിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്ത് ഈ പറയുന്ന ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നോ? വി എൻ വാസവൻ ദേവസ്വം മന്ത്രിയായി വരുന്നത് 2021 സ്വർണ്ണക്കൊള്ള നടക്കുന്നത് 2019 2021 വി എൻ വാസവൻ എന്ന ദേവസ്വം വകുപ്പിലെ മന്ത്രിക്ക് എങ്ങനെയാണ് 2019 കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ കഴിയുക? അതിന് വി ഡി സതീശൻ തന്ത്രപരമായി പ്രയോഗിക്കുന്നൊരു നാക്കുണ്ട്. അത് ഈ നവംബർ മാസം 5-ാം തീയതി ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ 2024 തിടുക്കപ്പെട്ട് പാളികൾ കൊണ്ടുപോയതെന്ന് സംശയിക്കണം. ആരാ പാളി കൊണ്ടുപോയത്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ ദേവസ്വം ബോർഡ് ഈ കമ്മീഷണറെ അറിയിക്കാതെയാണെങ്കിലും ബാക്കി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും പ്രൊസീജിയറുകൾ പാലിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് PS പ്രസാദ് പറയുന്നത്. പക്ഷേ നോക്കൂ, ഇതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എവിടെയാ സ്ഥാനം? ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും രണ്ടും രണ്ടാണ് എന്നത് നമുക്കറിയാമായിരിക്കെ ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ഈ ദേവസ്വം വകുപ്പിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനോ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനോ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനോ അവകാശമില്ലെന്നിരിക്കെ എങ്ങനെയാണ് 2019 നടന്ന കൊള്ളയുടെ പേരിൽ 2021 ദേവസ്വം വകുപ്പ് മന്ത്രിയായ വി എൻ വാസവന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വരുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തിരിച്ചു ചോദ്യം വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും നൽകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം പ്രഖ്യാപിച്ചത്. അവിടെയാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമാണല്ലോ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത്. ആ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നതിന് വകുപ്പ് 4 പ്രകാരം ആരാണ് ഉത്തരവാദി, ആരാണ് നിയമനാധികാരി? ഹിന്ദു MLA-മാർക്ക് ഒരംഗത്തെ നിയമിക്കാം, ബാക്കി ഹിന്ദു മന്ത്രിമാർ ചേർന്ന് 2 അംഗങ്ങളെ തീരുമാനിക്കണമെന്നുള്ളതാണ്. 1971 വരെ രാജാവിൻ്റെ പ്രതിനിധിയായിരുന്നു ഇതിലൊരാൾ. പക്ഷേ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതിനു ശേഷം 1971 ശേഷം ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ വരുത്തിയ മാറ്റപ്രകാരം 2 ഹിന്ദു മന്ത്രിമാർക്ക് 2 ഹിന്ദു ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ നിയമിക്കാം, ഒരംഗത്തെ ബാക്കി ഹിന്ദു MLA-മാർക്ക് നിയമിക്കാം. സർക്കാരല്ല തീരുമാനിക്കുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ അച്ചടക്ക നടപടിയെടുക്കാനോ നിയന്ത്രണാധികാരങ്ങളോ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. ഞാൻ 15-ാമത്തെ സെക്ഷൻ എന്ന് പറയാം. രാജാവിൻ്റെ അധികാരം പോലെ തന്നെ ആയിരിക്കണം ബോർഡ് ഭരിക്കേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന നിലയിൽ തന്നെ സ്വതന്ത്രമായി ദേവസ്വം ബോർഡ് ഭരിക്കണം.
അവിടെ സർക്കാരിന് ഒരു കൺട്രോളും ഈ ദേവസ്വം ബോർഡിലില്ല. ഒരു നയം തീരുമാനിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിന്റെ. ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് നീക്കാൻ കഴിയില്ല. ഒരു കടലാസ് നീക്കണമെന്ന് പറയാൻ കഴിയില്ല. ഒരു കുറിപ്പ് ഔദ്യോഗികമായി കൊടുത്തുവിടാൻ കഴിയില്ല. ഒരു നിർദ്ദേശവും കൊടുത്തുവിടാൻ കഴിയില്ല. അപ്പോൾ നിയമനാധികാരിയല്ല, 2 നിയന്ത്രണാധികാരിയല്ല, 3 റിമൂവ് ചെയ്യാൻ കഴിയുമോ, അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുമോ സർക്കാരിന്, ഈ മന്ത്രിക്ക് കഴിയുമോ? അവിടെയുള്ളൊരു ദേവസ്വം ബോർഡിലെ അംഗം ഏതെങ്കിലും തരത്തിൽ ഒരു മിസ്കണ്ടക്ട് കാണിച്ചു എന്നിരിക്കട്ടെ, അത് 2021 പ്രശാന്ത് ആവട്ടെ, 2019 പത്മകുമാർ ആവട്ടെ, 2016 പ്രയാർ ഗോപാലകൃഷ്ണൻ ആവട്ടെ, രാമൻ നായർ ആവട്ടെ, ആരാണെങ്കിലും, രാജഗോപാലാവട്ടെ, ഇവർ ഏതെങ്കിലും തരത്തിൽ മിസ്കണ്ടക്ട് കാണിച്ചാൽ മന്ത്രിക്ക് നീക്കാൻ പറ്റുമോ? പറ്റില്ല. ബൈ പ്രൊവിഷൻ അനുസരിച്ച് 9ാമത്തെ വകുപ്പിൽ പറയുന്നു, ഇതിൽ മിസ്കണ്ടക്ട് ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കേണ്ടത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ച് തെളിവുകൾ ശേഖരിച്ചു വേണം നടപടിയെടുക്കാൻ. പൂർണ്ണമായും ഹൈക്കോടതിയാണ് മിസ്കണ്ടക്റ്റിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിയന്ത്രണാധികാരി സർക്കാരല്ല, ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി എടുക്കേണ്ടതും സർക്കാരല്ല. പിന്നെ എന്തിനാണ് 2019 ഒരു സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ 2021 ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പുറത്ത് ഒരു അധികാരവുമില്ലാത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ചോദിച്ചോളൂ. ബോർഡ് കമ്മീഷണറായി എൻ വാസു വരുന്നു. ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ബോർഡ് പ്രസിഡന്റ് ആകുന്നു. അതെ. ആരുടെ താല്പര്യത്തിലാണ്? പാർട്ടിയുടെ താല്പര്യപ്രകാരം ആണല്ലോ. അപ്പോൾ പാർട്ടി ചില ആൾക്കാരെ നോമിനികളായി വെക്കുന്നു. അതെ. അത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ണുണ്ടാകണം, നല്ല അർത്ഥത്തിലായിരിക്കും. നമ്മുടെ ഒരു കണ്ണുണ്ടാകണം, അവിടെ കുഴപ്പമുണ്ടാകരുത്. അങ്ങനെ കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പങ്കും ഇല്ലാന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്തം വി എൻ വാസുവിന്റെ ഉത്തരവാദിത്വം. ഞാൻ അതല്ല ചോദിച്ചു. ഞാൻ അങ്ങ് പറഞ്ഞ സർക്കാർ പ്രതിപക്ഷം സഭയിൽ ഞാൻ അങ്ങ് പറഞ്ഞ കുറിപ്പിന്റെ കാര്യമാണല്ലോ. അത് സാങ്കേതികമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. സ്മൃതി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ളവരെയാണ് അവർ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെയും കഴിയില്ല. ഈ MLA-മാർ കൂടുതലുണ്ടെങ്കിലോ? രാഘവൻ എങ്ങനെയാണ് CPM-ന്റെ ഒരു അംഗം എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ UDF ഭരണകാലത്തായത്? MLA-മാർ കൂടുതലായതുകൊണ്ട് ഹിന്ദു MLA-മാർ നിശ്ചയിക്കുന്ന സാഹചര്യത്തിൽ അവിടെ രാഘവന് കൂടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുഴുവൻ MLA-മാരും സ്വാഭാവികമായി ദേവസ്വം ബോർഡിൽ വരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മളുടെ ചോദ്യം ഇതല്ലേ, ഇന്ന് എന്താണ് പ്രതിപക്ഷം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത്? പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അസംബന്ധമാണ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനാർക്കെങ്കിലും തർക്കമുണ്ടോ? ഇതിൽ VN വാസവന് എന്ത് ഉത്തരവാദിത്വം? ഇതുവരെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ റിപ്പോർട്ടിൽ VN വാസവന്റെ പേരുണ്ടോ? ഏതെങ്കിലും ഇന്ത്യൻ റിപ്പോർട്ടിൽ VN വാസവന്റെ പേരുണ്ടോ? മന്ത്രിയുടെ പേരുണ്ടോ? സർക്കാർ എന്തൊരു പരാമർശമുണ്ടോ? ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാൻ പറ്റാത്തത്? ഹൈക്കോടതിയാണ് അച്ചടക്ക നടപടി എടുക്കേണ്ടത്. ഇതിൽ ഹൈക്കോടതിയുടെ തീരുമാനമാണ് പ്രധാനം. അതാണ് പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് വളരെ അസംബന്ധമായ ഒരു കാര്യം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷം ഇന്ന് കാട്ടിക്കൂട്ടിയത് സത്യാനന്തര കാലത്തിന്റെ പ്രചരണ രാഷ്ട്രീയമാണ്. അത് തുറന്നു കാട്ടാൻ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് സമരം പ്രഖ്യാപിച്ച എന്താ ആനുകൂല്യം? സഭയിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, സഭയിൽ മറുപടി പറയേണ്ടി വരില്ല. ഇല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. ആരാണ് പോറ്റിയെ കയറ്റിയത്? 2007 G. രാമൻ നായരുടെ സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹം ഉത്സവത്തിന്റെ സമയത്ത് തന്ത്രിയായി പരികർമ്മിയായി വന്നത്? 2004 2006 ഇയാൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഫോട്ടോകൾ എങ്ങനെ വന്നു? ജൻപത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം എങ്ങനെ പോയി? അവിടെ അടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും സാന്നിധ്യം എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും പ്രതിപക്ഷത്തിന്. അതിൽ നിന്ന് ഭയന്നാണ് പോയത്. അത് ഭയന്നുകൊണ്ട് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അവിടെ പാളിപ്പോയി. അത് ജനങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ടേക്ക്. മുഴുവൻ MLA-മാരും ഉണ്ടായിരുന്നില്ല, ഒരു MLA ജയിലില്ല. ഏത് MLA? രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുവിട്. നമ്മൾ മാന്യമായി സംസാരിക്കുന്ന ആളുകളാണല്ലോ സഭയിൽ. ഞാൻ പ്രതിപക്ഷത്തെ ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് ED-യുടെ അന്വേഷണം തന്ത്രിയെ തൊടാതെ പോകുമ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നായിരുന്നില്ലേ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോയതിന് എന്തെങ്കിലും ലെവലേശം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിന്റെ കിങ് പിൻ എന്ന് SIT സംശയിക്കുന്ന, ഹൈക്കോടതി സംശയിക്കുന്ന, ഇതുവരെയും ജാമ്യം കിട്ടാത്ത തന്ത്രി രാജീവ് കണ്ഠരുടെ വീട്ടിലേക്ക് ED പോവാത്തതിനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഈ പറയുന്ന പ്രതിപക്ഷം. ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എന്താ പ്രശ്നം? വിശ്വാസികൾ കൂട്ടത്തോടെ ഇളകി വരും. ഇവർക്ക് വേണ്ടത് ഇവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു സംവിധാനത്തെയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഭയന്ന പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഒളിച്ചോടി. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത് തുടരും. പക്ഷെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിയെ ക്രൂശിക്കുന്നതിന് ഞാൻ ഒട്ടും യോജിക്കുന്ന ഒരാളെയല്ല. സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് ഒരു പങ്കാളിത്തവുമില്ല. പിണറായി വിജയനും ഈ കാര്യത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. ഇത് നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ തട്ടിപ്പല്ല. പകരം ഇത് തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച ട്രാപ്പിൽ ഈ പറയുന്ന പല നേതാക്കളും കുടുങ്ങിയിട്ടുണ്ട്.
പല ഉദ്യോഗസ്ഥരും കുടുങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 48 മണിക്കൂറായി എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി? മറുപടിയില്ല. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജൻപഥിലേക്കുള്ള ആ എൻട്രി തരപ്പെടുത്തി കൊടുത്തത്? മറുപടിയില്ല. ആരാണ് ജൻപഥിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നതിനുള്ള അനുവാദം വാങ്ങിച്ചു കൊടുത്തത്? മറുപടിയില്ല. കയ്യിൽ കെട്ടിക്കൊടുത്തത് ചരട് മാത്രമാണോ? ചരടിനോടൊപ്പം ഒരു ഏലസ് ഉണ്ടായിരുന്നോ? അത് സ്വർണ്ണ നിർമ്മിതമായിരുന്നോ? അത് ബെല്ലാരിയിലെ റോദ്ദം ജുവലറിയിലായിരുന്നോ? മറുപടിയില്ല. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് സഭയിൽ ഇന്ന് സമരപ്രഖ്യാപനം നടത്തി പ്രതിപക്ഷ നേതാവ് സഭ വിട്ടിറങ്ങിയത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.